ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വീണ്ടും ശക്തമാകുന്ന ഈ സാഹചര്യത്തിൽ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന സൈനിക രാഷ്ട്രീയ ശക്തിയാണ്. വെറും ഒരു സൈനിക വിഭാഗത്തിലുപരി ഒരു രാഷ്ട്രത്തിന്റെ ആത്മവിനെയും അതിന്റെ പ്രതിരോധ തത്വചിന്തത്തെയും പ്രതിനിധീകരിക്കുന്ന ഒരു സമഗ്ര സംഭാവനയായി കണക്കാക്കപ്പെടുന്ന ഈ സംഘടന ഇന്നത്തെ ഇറാന്റെ ശക്തിയുടെ കേന്ദ്രബിന്ദുവായി മാറിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് കരുതൽ സേനയും ഉൾക്കൊള്ളുന്ന ഈ ശക്തി സൈനിക രംഗത്തേക്കാൾ ഏറെ അപ്പുറം രാഷ്ട്രീയം, സാമ്പത്തിക വ്യവസ്ഥ, രഹസ്യാന്വേഷണം, വിദേശ നയം എന്നിവയിലേക്കും വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാന്റെ യഥാർത്ഥ പ്രതിരോധ മനോഭാവം മനസ്സിലാക്കാൻ IRGCയെ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. IRGCയുടെ രൂപീകരണ ചരിത്രത്തിന്റെ അതിന്റെ ഇന്നത്തെ സ്വഭാവത്തെ വിശദീകരിക്കുന്നതിൽ നിർണായകമാണ്. 1979 ഇറാനിയൻ ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ഘടന പൂർണ്ണമായും മാറിയപ്പോൾ പുതിയ ഭരണകൂടത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേക സൈനിക ശക്തിയുടെ ആവശ്യമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് റുഹുള്ള ഖുമേനിയുടെ ദർശനത്തെ സംരക്ഷിക്കാൻ IRGC രൂപം കൊടുത്തത്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഒരു ക്രമബദ്ധമായ സൈനിക സംവിധാനമായി മാറാൻ ഇതിന് കഴിഞ്ഞു. രാജ്യവാഴ്ചയുടെ അവസാനത്തോടൊപ്പം ഉണ്ടായ രാഷ്ട്രീയ അസ്ഥിരതയും ആഭ്യന്തര സംഘർഷങ്ങളും IRGCയുടെ വളർച്ച വേഗത്തിലാക്കി. രാജ്യത്തിനകത്തെ വിരുദ്ധ ശക്തികളെ നിയന്ത്രിക്കുന്നതിലും പുതിയ ഭരണകൂടത്തിന്റെ അധികാരം ഉറപ്പാക്കുന്നതിലും ഈ സേന നിർണായക പങ്കുവഹിച്ചു. എന്നാൽ IRGCയുടെ യഥാർത്ഥ പരീക്ഷണം 1980 ആരംഭിച്ച ഇറാഖ് യുദ്ധമായിരുന്നു. സദ്ദാം ഹുസൈൻ നേതൃത്വത്തിലുള്ള ഇറാനെ ആക്രമിച്ചപ്പോൾ രാജ്യത്തിന്റെ പരമ്പരാഗത സൈന്യത്തോടൊപ്പം IRGC മുൻനിരയിൽ പോരാടി. ഈ യുദ്ധം IRGCയെ ഒരു യഥാർത്ഥ യുദ്ധസേനയായി മാറ്റി, രാജ്യത്തിന്റെ പ്രതിരോധത്തിന്റെ അവിഭാജ്യ ഘടകമായി ഉറപ്പിച്ചു. കാലക്രമേണ IRGCയുടെ പ്രവർത്തന പരിധി ഇറാന്റെ അതിർത്തികൾക്കപ്പുറത്തേക്കും വ്യാപിച്ചു. ലെബനൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രോക്സി ശക്തികളെ പിന്തുണച്ച് അവർ അസംസ്കൃത യുദ്ധത്തിന്റെ ഒരു പുതിയ മാതൃക സൃഷ്ടിച്ചു. ഈ രീതിയിൽ നേരിട്ടുള്ള യുദ്ധം ഒഴിവാക്കി ശത്രുവിനെ ദീർഘകാലം ക്ഷീണിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണമാണ് ഹിസബുള്ള എന്ന സംഘടനയുടെ വളർച്ച. ലെബനനിൽ ഈ ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്തുന്നതിൽ IRGC നിർണായക പങ്കുവഹിച്ചു. അതുപോലെ യമനിലെ ഹൂതി പ്രസ്ഥാനത്തെയും ഇറാഖിലെ ചില ആയുധ സംഘടനകളെ പിന്തുണ നൽകുന്നതിലും IRGC തന്റെ സ്വാധീനം കൂടുതൽ വ്യാപിച്ചു. ഈ പ്രോക്സി തന്ത്രം അമേരിക്കയുടെയും അതിന്റെ സഖ്യകക്ഷികളുടെയും ശക്തിയെ നേരിട്ടും നേരിടാതെയും അവർ ദീർഘകാലം സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു ഫലപ്രദമായ മാർഗമായി മാറ്റി. അമേരിക്കയുമായുള്ള IRGCയുടെ ബന്ധം വളരെ സങ്കീർണവും പല ഘട്ടങ്ങളിലൂടെ മാറിയതുമാണ്. ചില സാഹചര്യങ്ങളിൽ പരോക്ഷ സഹകരണം ഉണ്ടായിരുന്നുവെങ്കിലും 2000 അമേരിക്കയുടെ നിലപാട് കഠിനമായി മാറി. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് ഭരണകാലത്ത് ഈ സംഘർഷം കൂടുതൽ രൂക്ഷമായി. IRGC ഒരു ഭീകരണ സംഘടനയെ പ്രഖ്യാപിച്ചതും സാമ്പത്തിക ഉപരോധങ്ങൾ ശക്തിപ്പെടുത്തിയതും നേരിട്ടുള്ള സൈനിക സമ്മർദ്ദങ്ങൾ വർദ്ധിപ്പിച്ചതും ഈ സംഘർഷത്തിന്റെ ഭാഗമായിരുന്നു. ഇതോടെ IRGCയും അമേരിക്കയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഒരു തുറന്ന സൈനിക രാഷ്ട്രീയ പ്രതിസന്ധിയായി മാറി. ഇപ്പോഴിതാ സംഘർഷാവസ്ഥയിൽ IRGCയുടെ ശക്തി വെറും ആയുധശേഷിയിലോ സൈനിക ശേഷിയിലോ മാത്രമല്ല, അതിന്റെ സംഘടനാപരമായ ഘടനയാണ് അതിന്റെ ഏറ്റവും വലിയ ശക്തി. നേതാക്കൾ കൊല്ലപ്പെട്ടാലും മേൽനോട്ടം നഷ്ടപ്പെട്ടാലും സംഘടന തകർന്നു പോകാത്ത വിധത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് IRGCയുടെ പ്രത്യേകത. ഇതൊരു സാധാരണ സൈന്യത്തിന്റെ രീതിയല്ല, മറിച്ചൊരു ആശയധാരയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപന ചിന്തയുള്ള സംവിധാനമാണ്. ഈ ഘടന കാരണം പുറത്തുനിന്നുള്ള അക്രമങ്ങളോ സമ്മർദ്ദങ്ങളോ ഉണ്ടായാലും IRGC പ്രവർത്തനം നിലച്ചു പോകാറില്ല. വിവിധ തലങ്ങളിൽ സ്വയം നിയന്ത്രിത യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നതിനാൽ ഒരു വിഭാഗത്ത് നാശനഷ്ടം സംഭവിച്ചാലും മറ്റു ഭാഗങ്ങളിൽ പ്രവർത്തനം തുടരും. ഇത് അസംസ്കൃത യുദ്ധത്തിൽ വലിയ മുൻതൂക്കം നൽകുന്ന ഘട്ടമാണ്. ഈ നിലയിൽ IRGCയെ പലരും ഒരു ഡീപ് സെറ്റ് എന്ന നിലയിലാണ് കണക്കാക്കുന്നത്. ഒരു രാജ്യത്തിലേക്ക് ഔദ്യോഗിക സംവിധാനങ്ങൾക്ക് പുറമെ പ്രവർത്തിക്കുന്ന ശക്തിയായി ഈ ഒരു ഘടന സൈനികവും രാഷ്ട്രീയവുമായ അധികാരം ഒരുമിച്ച് കൈവശമുള്ള ഒരു സംവിധാനമായി കണക്കാക്കപ്പെടുന്നു. മൊത്തത്തിൽ IRGC വെറും ഒരു സൈനിക വിഭാഗമായി കാണുന്നത് അതിന്റെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് കാണുന്നതാണ്. ഇതൊരു ആശയവും ഒരു പ്രസ്ഥാനവുമാണ്. ചരിത്രപരമായ അനുഭവങ്ങൾ, യുദ്ധപരിചയം, പ്രോക്സി തന്ത്രങ്ങൾ, സാമ്പത്തിക ശക്തി എന്നിവയുടെ സംയോജനം, ഇറാന്റെ ദേശീയ സുരക്ഷയും അതിന്റെ അന്താരാഷ്ട്ര തന്ത്രങ്ങളും രൂപപ്പെടുത്തുന്നതിൽ IRGCക്ക് കേന്ദ്ര സ്ഥാനമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.